ഇന്ന് നമ്മൾ കേരളത്തിന്റെ സ്വന്തം കുംഭമേള കാണാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കേരള അൺസ്ക്രിപ്റ്റഡ് സീരീസിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ മലപ്പുറം ജില്ലയിലെ തിരുനാവായയിലാണ് നമ്മുടെ കേരളത്തിന്റെ കുംഭമേളം നടക്കുന്നത്. നമ്മുടെ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ റിവറായ ഭാരതപ്പുഴയുടെ തീരത്താണ് ഈ തിരുനാവായ. ഞങ്ങൾ വന്ന സമയം അത്യാവശ്യം തിരക്കുള്ളൊരു സമയമായതിനാൽ വണ്ടി ഇട്ടെടുത്തു നിന്നും കുറച്ച് നടക്കേണ്ടി വന്നു ഞങ്ങൾക്ക് ഇത് നടക്കുന്ന സ്ഥലത്തേക്ക്. നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുള്ള മാമാങ്കം നടന്ന സ്ഥലമാണ് ഇത്. മാമാങ്കം നടക്കുന്നതിന് മുമ്പേ തൊട്ടേ ഈ മേളയുണ്ട്. പക്ഷെ നമുക്ക് കൂടുതലായിട്ടും നമ്മൾ കേട്ടിട്ടുള്ളത് മാമാങ്കവുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മാമാങ്കം ശരിക്കും രണ്ട് കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും മേള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉത്സവം പോലെ തന്നെയായിരുന്നു. പല രാജ്യങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള കച്ചവടക്കാരും അതേപോലെ തന്നെ ആയോധന കലകളുടെ പ്രദർശനവും അങ്ങനെ എല്ലായിടത്തു നിന്നുള്ള ആൾക്കാർ എത്തുകയും കേരളത്തിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളും ഇമ്പോർട്ടൻസും ഒക്കെ കാണിച്ചിരുന്ന ഒരു സ്ഥലവും സമയവുമായിരുന്നു ഈ മഹാമേളം. ഞങ്ങളിപ്പോൾ നടക്കുന്ന സ്ഥലത്ത് നിന്നും നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലത്താണ് തിരുനാവായ. ഇനി ഇവിടുന്ന് ഒരു 100-200-300 മീറ്റർ അപ്പർ സൈഡിലേക്ക് നടന്നാലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാനും പറ്റുള്ളൂ. ഇത് ശരിക്കും നമ്മൾ നടക്കുന്നത് ഭാരതപ്പുഴയിൽ കൂടെയാണ്. ഇത് വെള്ളമില്ലാതെ അല്ലെങ്കിൽ പുഴ വഴിമാറി ഒഴുകി ബാക്കി കിടക്കുന്ന സ്ഥലമാണിത്. മാമാങ്കത്തിന് മുമ്പ് ശരിക്കും ഈ മേള ഉത്സവത്തിന്റെയും വ്യാപാരത്തിന്റെയും ഒക്കെ ഒരു മേജർ സ്ഥലമായിരുന്നു. പിന്നീട് ഒരു കാലത്തിന്റെ ഇടവേളയിൽ മാമാങ്കവും മേളയും ഒരേപോലെ ഒരുമിച്ചായി. പിന്നീട് ബ്രിട്ടീഷുകാരുടെ ഭരണകാലം വന്നതിന് ശേഷം ബാക്കി നാട്ടുരാജ്യക്കന്മാരെയൊക്കെ തോൽപ്പിച്ചതിന് ശേഷം ഈ മാമാങ്കം തന്നെ ഇല്ലാതായി. അതിനുശേഷം ഒരു 250 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഇതിനെ ചുറ്റിപ്പറ്റിയ ഒരു മേളയായിട്ട് ഇപ്പോൾ ആദ്യമായി നടക്കുന്നത്. നമ്മുടെ ഗംഗാതീരം പോലെയൊക്കെ പവിത്രമായി കൺസിഡർ ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ഈ നിളയുടെ തീരവും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇവര് നിള ആരതിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവര് നിളയുടെ സൈഡിലൊക്കെ ചെറിയ പന്തലൊക്കെ കെട്ടി അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ ഇവര് 3 പേരും അടുത്തടുത്തുള്ള അമ്പലമുള്ള കേരളത്തിലെ ഏക സ്ഥലമാണ്. നമ്മൾ ഈ കാണുന്ന പുഴയാണ് നിള അല്ലെങ്കിൽ നമ്മുടെ ഭാരതപ്പുഴ. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന സ്ഥലമാണ് തിരുനാവായ. ശരിക്കും മാമാങ്കം നടന്ന സ്ഥലം എന്നറിയപ്പെടുന്നത് അവിടെയാണ്. അപ്പർ സൈഡിലേക്ക് പോകാനായിട്ട് അവർ താൽക്കാലിക പാലമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സമയം കഴിഞ്ഞപ്പോൾ അവരത് അടച്ചു. 6:30 ആയപ്പോഴേക്കും നിള ആരതിയുടെ ടൈമോട് കൂടി അവരത് ബ്ലോക്ക് ചെയ്തു. അവിടെ നിന്ന് നിളാരതിയും കണ്ടു. അതിനുശേഷമാണ് തിരിച്ചു വന്നത്. നിളാരതി കണ്ടപ്പോഴാണ് ഇതേപോലെ ഗംഗാ ആരതിയും ഒരു ദിവസം പോയി കാണണം എന്ന് എനിക്ക് തോന്നിയത്.